ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ശരിക്കും കുറേ കാര്യങ്ങളിൽ ഒരു വ്യക്തത എനിക്ക് വന്നിട്ടില്ല. ഇവൻ ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങളിലായാലും അനുമോൾ ഒബ്വിയസ്ലി അവിടെ തെറ്റ് തന്നെയാണ് ചെയ്തത്. അതിന് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അനുമോൾ അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അനുമോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ കയറി പിടിച്ചുകൊണ്ടുള്ള എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സാധനം മീൻസ് അനുമോൾ അവിടെ പറഞ്ഞത് ക്ലിയർലി ആര്യനെ കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എവിഡന്റ് ആണ്. എന്താണ്? ആര്യന് ക്യാപ്റ്റൻസിയിൽ വരുന്നതിനേക്കാളും അപ്പുറമായിട്ട് ക്യാപ്റ്റൻ അല്ല അവൻ്റെ ലക്ഷ്യം, നോമിനേഷൻ ഫ്രീ ആണ്. ഈ കേസ് നൂറ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അനീഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഷാനവാസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ലാലേട്ടൻ ഇതിനെ ഇങ്ങനെ എഗെയിൻസ്റ്റ് ഇങ്ങനെ ഈ സാധനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ്റെ കുഴപ്പമല്ല. പക്ഷേ ഞാൻ ആലോചിക്കുക, ഒരു കാര്യം പറഞ്ഞു കൊടുത്ത് ഇത് തന്നെ ആ ടോപ്പിക്ക് തന്നെ ഒരു 5-6 മിനിറ്റ് അങ്ങനെ അത് കണ്ടിന്യൂസ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഓക്കെ അനുമോൾ അവിടെ പറഞ്ഞതിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, അത് അനുമോളുടെ ഒപ്പീനിയനാണ്. എനിക്ക് മനസ്സിലാവാത്ത ഒരു സാധനം ഇന്നത്തെ എപ്പിസോഡിനകത്തുള്ളത്, ഇപ്പം ആര്യനെ ആര്യനെ പറഞ്ഞു, ലാലേട്ടൻ പറഞ്ഞു എന്തിനാണ് അങ്ങനെ ഒളിപ്പിച്ച് വെച്ചേണ്ട കാര്യം എന്താണ്, അങ്ങനെ കളിക്കാനല്ലല്ലോ നമ്മൾ തന്നതെന്ന്. ഓക്കെ ശരി. അതേ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് അതിലെ നൂറയും കൂടി കോയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച്, പാവ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത കാര്യം അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിലെ നൂറയ്ക്ക് പാവ, അപ്പോൾ എന്തിനാണ് അങ്ങനെ കളിക്കുന്നത്, ഇൻഡിവിജ്വലായിട്ട് കളിക്കാനുള്ളതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, എനിക്ക് ചോദിക്കാനുള്ളത് ഈ പറയുന്ന ബിഗ് ബോസ് പ്രേക്ഷകരുടെ അടുത്തും ബിബി മേക്കേഴ്സിൻ്റെ അടുത്തൊക്കെയാണ്. ഈ തരുന്ന ടാസ്ക് അതുപോലെ കളിച്ച് ജയിക്കുന്നതാണോ ബിഗ് ബോസ്? എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഒരു സാധനം ലാലേട്ടൻ്റെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. കാരണം ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ ആ ടാസ്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഇങ്ങനത്തെ ഒരു ടാസ്ക് ആയിരിക്കും തരിക. ഇത് നടന്നത് ഇവിടെ വരെ എത്താൻ ആർക്കും പറ്റും. ഇത് നടന്ന് ഇവിടെ വരെ എത്തുന്നതോടൊപ്പം തന്നെ ഇതിനകത്ത് ട്വിസ്റ്റുകളും ടേൺസും അല്ലെങ്കിൽ എൻജോയ്മെൻറ്റും അതുപോലെ തന്നെ ഫൺ ഫാക്ടേഴ്സും അതുപോലെ സംഭവങ്ങൾ ടേൺ ചെയ്യുക, അലമ്പുക, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമുക്ക് കണ്ടന്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും എന്തുണ്ട്, ഇത് ഓട്ട മത്സരം ഉണ്ട്, ഓടി ജയിച്ചു തീർന്നു. ഇത് ഓട്ട മത്സരം ഉണ്ട്, ഓടിപ്പോയപ്പോൾ അവൻ്റെ കാലെ പിടിച്ച് നിലത്തിട്ടു, അവനെ കുതുകാല് വെട്ടി കയറിപ്പോയി. ഇത് രണ്ടിൽ ഏതാ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളത്? കുറച്ച് പൊടിപ്പും പൊങ്ങലുള്ള സാധനമല്ലേ. ലാലേട്ടൻ വന്നപ്പോൾ അതിനെയാണ് തച്ചുടച്ച് വിട്ടത്. അവിടെ ആര്യനും അക്ബറും കൂടി ഒരു ഗ്രൂപ്പ് കളി പോലെ സംസാരം ഉണ്ടായി. അതുപോലെ തന്നെ അനീഷ് ഗ്രൂപ്പ് കളിക്കാനായിട്ട് ഷാനവാസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോയി, ആദില ഗ്രൂപ്പ് കളിക്കാനായിട്ട് നൂറൊക്കെ എടുത്ത് കൊടുക്കാൻ പോയി. അപ്പം ഇതെല്ലാം അങ്ങ് പൊളിച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, പിന്നെ എന്തിനാ ഇവരിങ്ങനെ ടാസ്കുകൾ കൊടുക്കുന്നത്? ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് ഉറപ്പായിട്ടും ഗ്രൂപ്പ് വരും. വീടിനകത്ത ഗ്രൂപ്പിസം വേറെ, ടാസ്കിലെ ഗ്രൂപ്പ് വേറെ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? വീടിനകത്ത് ഗ്രൂപ്പിസം കൂടുന്നത് പക്ക, അതിനകത്തൊന്നും പിന്നെ നമുക്കൊന്നും കിട്ടത്തില്ല, ഗോസിപ്പായി തലയ്ക്ക് ഭ്രാന്തെടുക്കും. ഇത് അതുപോലെയല്ല, കാണാൻ എന്റർടൈൻമെന്റ് ഫാക്ടർ ഉള്ള സാധനം ടാസ്കിനകത്ത് ട്വിസ്റ്റ് വരുമ്പോഴാണ്. ഇത് വന്നിട്ട് ഒറ്റയ്ക്ക് കളിക്കുക. വീട്ടിനകത്തിരുന്ന് ഗ്രൂപ്പ് കൂടുന്നതിനും പരദൂഷണ കമ്മിറ്റി കൂടുന്നതിനും കുടുംബശ്രീ കൂടുന്നതിനും ഒരു ഗുരുവില്ല. ടാസ്കിനകത്ത് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് പുതിയ ട്വിസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നവർക്ക് കുറ്റം. ഞാനവിടെ പ്യുവർലി ഒരു പർട്ടിക്കുലർ പേഴ്സൺ എടുത്ത് പറഞ്ഞല്ല. ഇന്ന് അവിടെ പറഞ്ഞ 2 സാധനങ്ങൾ ഇപ്പം ആര്യനടുത്ത് ഒളിപ്പിച്ച് വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ, ആര്യ നിങ്ങൾക്ക് അങ്ങനെ ഒളിപ്പിക്കാമായിരുന്നു. പക്ഷെ നിങ്ങൾ കണ്ടസ്റ്റൻസിന്റെ കൂടെ കളിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒളിപ്പിക്കാം. പക്ഷേ ബിഗ് ബോസിന്റെ കൂടെ കളിക്കുമ്പോൾ നിങ്ങൾ ഒളിപ്പിക്കാൻ പാടില്ലായിരുന്നു. തീർന്നു. അങ്ങനെയായിരുന്നു അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടിയിരുന്നത്. ആ എക്സ്പ്ലനേഷൻ കൊടുത്ത എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയില്ല. ആരും കളിച്ച തെറ്റാണ്, ഇതാണ് അങ്ങനെ ആ ഒരു ലെവലിൽ പോയി. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഓക്കെ ഫൈൻ, ആര്യൻ്റെ അടുത്ത് ചോദിക്കാം. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു 2 സെന്റൻസും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തീരാന്നുള്ള പ്രശ്നമാണ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അനുമോളുടെ ക്രൂശിക്കൽ, അതിനകത്ത് എനിക്ക് ഒട്ടുമേ ഇന്ന് ഇഷ്ടപ്പെടാത്ത ഒരു സാധനം, അനുമോൾ ഉറപ്പായിട്ടും അക്ബറിനെ പറഞ്ഞത് തെറ്റാണ്. അക്ബറിൻ്റെ അടുത്ത് എന്താണ് ഈ പറഞ്ഞ പോലെ ബസ്സിൽ ജാക്കി വെക്കാൻ നിൽക്കും പോലെയാണ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ തെറ്റ് തന്നെയാണ്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ ഞാനാണോ തെറ്റ് ചെയ്തത്? ഞാനത് എന്താ പറയുക, അംഗീകരിക്കുന്നു. ഓക്കെ, ആ സംഭവം അംഗീകരിക്കുന്നു. അനുമോൾ പറഞ്ഞ തെറ്റാണ്. അത് അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് എനിക്ക് ദഹിക്കാതെ പോയൊരു കാര്യം, അക്ബർ അവിടെ ഒരു കേസ് പറയുന്നുണ്ട്. എന്തിനാണ് ലാലേട്ടൻ പറയുന്നുണ്ട് സാരി ഉടുത്തോണ്ട് വന്ന എന്തിനാണ് അനു എന്ന് ചോദിക്കുമ്പോൾ അക്ബർ പറയില്ല, എങ്കിൽ പിന്നെ സാരി വലിച്ചൂരി എന്ന് പറയാമല്ലോ എന്ന്. എന്ത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണിത്? അക്ബറിനെ അനു അങ്ങനെ പറഞ്ഞു, അത് തെറ്റ് തന്നെയാണ്. ഇതേ സാധനമാണ് ഇപ്പൊ അക്ബർ തിരിച്ചു പറഞ്ഞിരിക്കുന്നത്. ബസ്സിൽ ജാക്കി വയ്ക്കും പോലെ ആ കേസ് അനു പറഞ്ഞ തെറ്റാണെങ്കിൽ തിരിച്ച് അപ്പൊ ലാലേട്ടൻ എന്ന്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുമോ, ഇത് എന്ത് പാടിത്? കാരണം ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ്, അവിടെ ജെൻഡർക്കാരനല്ല മക്കളെ, അവരെത്രയൊക്കെ പറഞ്ഞാലും ഒരു സ്ത്രീയാണ്. അപ്പം ലാലേട്ടന്റെ മുന്നിൽ നിന്നാണ്, ഒരു മഹാനടന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ്, വലിയൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് അക്ബർ പറയുന്നത് സാരി ഉടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത് ഇനിയിപ്പം സാരി വലിച്ചൂരി എന്ന് പറയാമല്ലോ.
ചിലപ്പോൾ അനു അത് പറയുമായിരിക്കും, പറയില്ലായിരിക്കും, അതൊക്കെ അനുവിനെ ബേസ് ചെയ്യുന്ന കാര്യം. പക്ഷെ അത് ചെയ്യാത്തിടത്തോളം കാലം സാരി വലിച്ചൂരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇട്ടുന്ന സാരി വലിച്ചൂരി പറയണമെന്ന് വെച്ചാൽ അത്രയും തരം താന്ന വേലയാണ് അതെല്ലാം. എൻ്റെ സാരി വലിച്ചൂരി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ലേഡിയുമായിട്ടാണ് അക്ബർ കമ്പയർ ചെയ്തത്. എനിക്ക് അക്ബറെ കമ്പയർ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഓക്കെ പോട്ടെ. ഇത് ലാലേട്ടൻ പ്രതികരിക്കാതെ ആ നാട്ടിയതാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. സത്യം മക്കളെ, സത്യം. ഒന്നുമില്ലെങ്കിൽ ഇത് എഡിറ്റെങ്കിലും ചെയ്ത് കളയണ്ടേ എന്നാണ് ഞാൻ ആലോചിച്ചു പോയത്. ശരിക്കും എന്നെ ഞെട്ടിച്ച് കളഞ്ഞു ആ സാധനം. പിന്നെ ടാസ്കുകൾ ഇന്ന് ഈ പറഞ്ഞതുപോലെ 1-2 കൊടുത്തു. കോടതി ടാസ്ക് ശരിക്കും രാവിലെ വന്ന് ഞാൻ കുറേ വീരവാദം അടിച്ചു. കോടതി ഒരു വീക്കിലിയിൽ വരാനിരുന്നതാണ്, എടുത്ത് മാറ്റി ഇവിടെയൊക്കെ വെച്ചതാണ്, വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ ഇത് എന്തോന്ന് കോടതിയുടെ, എനിക്കിത് ഒട്ടുമേ ഓക്കെ ആയില്ല. 1-2 വർത്താനമൊക്കെ ചോദിച്ചും പറഞ്ഞു നോക്കി അങ്ങ് വെച്ചു. അതിനകത്ത് ഒരു തീർപ്പും വന്നുമില്ല. വെറുതെ അത് കളിച്ച് പിടിച്ചങ്ങ് പോയി. പിന്നെ ആകെ കൂടി എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ടാസ്ക് ഇന്ന് പറഞ്ഞ പോലെ കറച്ചിൽ കാർഡ്, ഒളിപ്പിക്കൽ കാർഡ്, പിന്നെ വിക്ടിം കാർഡ്, കോമണർ കാർഡ്, ഈ കേസൊക്കെ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ കാർഡ് എന്നുള്ള വേർഡ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാണ് ബിഗ് ബോസ് ടീമെ നിങ്ങൾക്ക് നല്ലത്. കാരണം ഷോപ്പിംഗ് കാർഡ്, പ്രീപെയ്ഡ് കാർഡ്, വിക്ടിം കാർഡ്, കറച്ചിൽ കാർഡ്, ഒളിക്കൽ കാർഡ്, വാഴ കാർഡ്, ഈ കാർഡുകളൊന്നും ഇനി ഈ ടേബിളിൽ വില പോവില്ല, കീറിക്കളയുമെന്ന് പറഞ്ഞാൽ നമ്മളല്ല, നിങ്ങളാണ്. ഇതിപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് നമുക്കാണ്. നിങ്ങൾ ഏത് കാർഡാണ് കീറിയത്? ഗ്രൂപ്പ് കാർഡോ, പെങ്ങളുട്ടി കാർഡോ, വാഴ കാർഡോ, ഒളിപ്പിക്കൽ കാർഡോ, നന്മ കാർഡോ, ഏതെങ്കിലും ഒരു എനിക്ക് ഒരെണ്ണം പറഞ്ഞതാ, ഒരെണ്ണം, ഞാൻ കൂടുതൽ ഒരെണ്ണം നിങ്ങൾ കീറിയ സാധനം, ഒരു കാർഡ്. നിങ്ങൾ 7 കാർഡ് പറഞ്ഞെങ്കിൽ 70,000 കാർഡ് ഇവർ ഇറക്കി കഴിഞ്ഞു. സത്യം പറയാലോ, ഈ സീസൺ 8 ഇനിയിപ്പോൾ വരാൻ പോകുന്ന സീസൺ 8 വരുന്നത് പടുകൂറ്റൻ, എന്താ പറയാ, ഒരു അടുത്ത സീസൺ മുതൽ ഒരു 5 സാബുമാൻ, ഒരു 5 സാബുമാൻ, 5 ബീൻ ബാഗ്, ഒന്ന് റീഗൽ ജുവലേഴ്സിൻ്റെത്, ഒന്ന് ഉജാലയുടേത്, പിന്നെ വേണമെങ്കിൽ ഒരെണ്ണം കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഒരെണ്ണം കൊടുക്കാം. അങ്ങനെ ഒരു 5 സാബുമാൻ ഇരുന്നോട്ടെ. വീട്ടിലൊരു 5 സാബുമാനും ഒരു 4 ലക്ഷ്മി, ഒരു 4 ലക്ഷ്മി ഉറപ്പായിട്ടും വേണം കേട്ടോ, ഒരു 4 ലക്ഷ്മി. അപ്പം 5, 4, 9 കണ്ടസ്റ്റൻസ് ആയി. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ ഒരു എന്താ പറയുക, ഒരു 3-4 എന്താ പറയുക, 3-4 റന ഇരുന്നോട്ടെ അവിടെ, അല്ലെ 3-4 റന. അതോടൊപ്പം തന്നെ 2-3 അനീഷ്, പിന്നെ ഇങ്ങനെ ചെയ്യാം. കാരണം നിങ്ങൾക്ക് അതാണ് വേണ്ടത്. ഞാൻ അനീഷിൻ്റെ പേര് പറഞ്ഞ അനീഷ് നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ്. ഇതുപോലെ ഒരു 5 സാബുമാനൊക്കെ ഇനിയിപ്പോൾ അടുത്ത സീസണിൽ വരുന്നവർ ഇത് തന്നെ ചെയ്യാൻ പോകുന്നത്. കാരണം വാ തുറക്കുന്നവർ വെളിയിലാണ്, വാ തുറക്കുന്ന ആൾക്കാർ ഈ സീസണിൻ്റെ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സാബുമാൻ്റെ അടുത്ത് യാതൊരു രീതിയിലുള്ള പേഴ്സണൽ ഒരു ഇഷ്യൂ ഇല്ല. പക്ഷേ ഞാൻ പറയുന്ന സാധനം ഇതാണ്, 5 വൈൽഡ് കാർഡ് അവിടെ വന്നു, അതിൽ 3 പേര് പുറത്തു പോയി. ഇനി അവിടെ സാബുമാനും ലക്ഷ്മിയാണ് ഉള്ളത്. ലക്ഷ്മി പുറത്തു പോയോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് നാളെ കാണാം. പക്ഷേ ഈ വന്ന 5 വൈൽഡ് കാർഡ്സിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള 2 പേരാണോ സാബുമാനും ലക്ഷ്മിയും ഇപ്പം അവിടെ ഉള്ളത്? ഇത് ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട്. അൺഫെയർ പ്രേക്ഷകരോട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ നോക്കിയല്ലേ വോട്ട് ചെയ്യുന്ന കാര്യം. കളിക്കുന്നവരൊക്കെ പുറത്തായി. അതിനകത്ത് ഇപ്പോൾ 2-3 പേര് മാത്രമാണ് അകത്തുള്ളത്. ഭയങ്കര കഷ്ടം തോന്നുന്നുണ്ട് സത്യമായിട്ട്. ഈ സീസണിൻ്റെ കാര്യം ആലോചിക്കും, ഭയങ്കര കഷ്ടം. ഇതുവരെ ഞാൻ കണ്ടതിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത മലയാള സീസണായിട്ട് സീസൺ 7 മാറി. ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ തെറി വിളിച്ചോ, നമ്മൾ ഈ കേൾക്കുന്ന വാചകങ്ങൾ വെറും ചന്ത വർത്താനമാണ്, അത് നമുക്ക് കേൾക്കണ്ട. പിന്നെ ഇന്ന് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ലാലേട്ടൻ പറഞ്ഞു. ലാലേട്ടൻ വയ്യാതിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇന്ന് പനിയെന്തോ ആയിരുന്നു എന്നാണ് അറിഞ്ഞത്. അതിൻ്റെ കൂട്ടത്തിലും ലാലേട്ടൻ അത്രയും പെർഫോം ചെയ്തത് അത് വേറെ കാര്യം, അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ കുറച്ച് സാധനമൊന്നും എനിക്ക് ദഹിച്ചില്ല. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്നത്? ബിഗ് ബോസ് സീസൺ 7ൻ്റെ ഡേ 76 ഒക്ടോബർ 18 തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത്. അപ്പോൾ ലാലേട്ടൻ ആദ്യം തന്നെ വന്ന് ഈ പറയുന്ന പോലെ നോമിനേഷനിൽ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തതിൻ്റെ, ഷാനവാസിനെ ആദിലയും നൂറയൊക്കെ നോമിനേറ്റ് ചെയ്തു എന്ന് ഷാനവാസ് പറയപ്പെടുന്നു. മെയിൽ ഷോവനിസം എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് അവർക്ക് നോമിനേറ്റ് ചെയ്തുകൂടാ, ഷാനവാസിന് എന്താണ് ആക്ച്വലി പ്രോബ്ലം എന്നുള്ള കാര്യം
ഡിസ്കസ് ചെയ്യാണ്. ഷാനവാസ് അന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച കിടന്ന് ഉരുണ്ട് മറിഞ്ഞെങ്കിലും ഇന്നത് വളരെ നീറ്റായിട്ട് അത് കൈകാര്യം ചെയ്തു എന്ന് വേണം പറയാം. കാരണം ലാലേട്ടൻ്റെ മുന്നിൽ ലാലേട്ട എനിക്ക് അന്നേരം തോന്നിയതാണ്, അല്ലെങ്കിൽ ആദിലയുടെയും മ്യൂറയുടെയും രഹസ്യങ്ങൾ എന്തൊക്കെയോ ഉണ്ടെന്ന് അനീഷ് അന്നേരം പറയുന്നുണ്ട്. അപ്പം അല്ല ലാലേട്ട, ഞാൻ അന്നേരം പൊട്ടിത്തെറിച്ചതാണ് എന്നുള്ള കാര്യം ആ സംഭവം അങ്ങ് സമ്മതിക്കുന്നു. അങ്ങനെ ഒന്നുമില്ല, എനിക്ക് അന്നേരം അവരെന്നെ അങ്ങനെ പറഞ്ഞു എന്ന് തോന്നിയപ്പോഴാണ്. അപ്പം ലാലേട്ട പറഞ്ഞു അങ്ങനെ പറഞ്ഞോട്ടെ. അപ്പം അത് ഷാനവാസിൻ്റെ ഭാഗത്ത് എനിക്ക് തോന്നുന്നു പറഞ്ഞപ്പോൾ ആ വിഷയത്തിൽ എയറിൽ പോവാതെ നിന്നടുത്ത് തന്നെ നിന്നു, എയറിൽ പോയിട്ടില്ല ആ കേസിൽ. ദെൻ അനീഷിൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഷാനവാസ് മെയിൽ ഷോവനത്വത്തിൻ്റെ കാര്യം പറഞ്ഞതും അതുപോലെ ആദിലയും നൂറയും കുറിച്ച് ഒരു രഹസ്യം ഉണ്ടെന്നുള്ള പറഞ്ഞ കാര്യമൊക്കെ അനീഷിനെ ചോദിക്കുന്നു. ദെൻ വീണ്ടും ഷാനവാസിനെ വന്ന് ആ വിഷയം അങ്ങ് സോൾവ് ചെയ്യുന്നുണ്ട്. ഷാനവാസ് കുറ്റസമ്മതം നടത്തുന്നുണ്ട്, അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ മേക്കേഴ്സിനെ പറ്റിയില്ല. ദെൻ നെവിൻ ക്യാപ്റ്റൻസി ടാസ്കിനകത്ത് ഉണ്ടാക്കിയ വിഷയം, ശരിക്കും അതിനെക്കുറിച്ച് ഞാൻ 2 വാക്ക് പറയുമെന്ന് കരുതി. അവരല്ലേ മോനെ കളിക്കേണ്ടേ? നെവിൻ എന്തിനാണ് അതിൻ്റെ ഇടയ്ക്ക് കയറി പോയത്? എന്താണ് നെവിൻ അങ്ങനെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ മോനെ? അവർക്ക് ഇവിടെ കളിച്ചോണ്ടിരിക്കുകയല്ലേ, ഇവിടെ കഷ്ടപ്പെട്ട്. ഇങ്ങനെയൊക്കെയുള്ള 4 ഡയലോഗ് ഞാൻ പ്രതീക്ഷിച്ചു. ക്യാപ്റ്റൻസി ടാസ്കൊക്കെ നമുക്ക് ഇടയ്ക്ക് കയറിയൊക്കെ അലമ്പാം, പക്ഷെ അത് വല്ലാത്തൊരു അലമ്പലായിപ്പോയി അന്ന്. അനുമോളും സാബുമാനും അവിടെ കഷ്ടപ്പെട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ കൂടെ കയറി അന്നേരം കാണിക്കുന്ന സാധനമൊക്കെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. കണ്ടന്റ് ഉണ്ടാക്കാനാണെങ്കിലും കാണിക്കുന്ന വേലകളൊക്കെ. അതെന്തുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചില്ല? കാരണം സാബുമാനും അനുമോളും കൂടി നെവിനെ നോമിനേറ്റ് ചെയ്തത് കൊണ്ടാണ് നെവിൻ ഇന്റൻഷ്യലി ഈ സാധനം ചെയ്യുന്നത്. പക്ഷെ നെവിൻ അന്നേരം തിരിച്ച് പ്ലേറ്റ് മറിച്ച് പറയുന്നുണ്ട്, എന്താണ് ഞാൻ അനുമോൾക്ക് മാത്രം അന്നേരം എഴുന്നേറ്റ് പോടാ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അങ്ങ് എഴുന്നേക്കാൻ നിന്നതെന്ന്. അതല്ല റീസൺ, അതല്ല, പച്ചക്കള്ളമാണ്, നമുക്കറിയാന്നുള്ള. അത് ചോദിച്ചില്ല ലാലേട്ടൻ, അത് എന്താണെന്ന് മാത്രം ചോദിച്ചങ്ങ് വിട്ടു. ദെൻ ആരൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നു, അതിൽ ലാലേട്ടൻ എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഹ്യൂമൻ ബീങ്സ് ആണ്, തെറ്റുപറ്റും. എനിക്ക് ആരും ഭയങ്കരമായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കുന്ന പോലെ തോന്നി. സത്യം പറയാമല്ലോ, ഇന്നത്തെ എപ്പിസോഡിൽ മൊത്തമായിട്ടും അതല്ല ലാലേട്ട, അതങ്ങനെയാണ്, അതായത് ക്ഷമിക്കാനും പൊറുക്കാനും എല്ലാത്തിനുമുള്ള കഴിവ് ആരനിൽ ഇന്ന് ഏതോ ഒരു സന്യാസി കൊടുത്തതുപോലെ പെട്ടെന്ന് ഒരു വരം ആരനെ ക്ഷമിക്കാനും സഹായിക്കാനും കിട്ടിയതുപോലെ എനിക്ക് തോന്നി. മറ്റൊന്ന് അങ്ങനെ അല്ല ലാലേട്ടാ, ഇങ്ങനെ ആണില്ല ലേട്ടാ, എന്താ ലാലേട്ടാ പച്ചക്കള്ളമാണ് ലാലേട്ട പറയുന്നേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആര്യൻ ഇന്ന് ക്ഷമയുടെയും സഹനത്തിൻ്റെയും പാതയായി മാറി സുഹൃത്തുക്കളായി. ഞാനത് കണ്ടിങ്ങനെ കണ്ണും തള്ളിയിരിക്കുമായിരുന്നു. ഓക്കെ, ദെൻ അടുത്ത് അനുമോളെ ബാത്റൂമിൽ എന്തുകൊണ്ട് വിട്ടില്ല മറ്റേ ടാസ്ക് നടന്നുകൊണ്ടിരുന്നത്? സാബുമാൻ, അത് ലാലേട്ടാ, അത് എൻഡുറൻസ് ടാസ്ക് അല്ലേ ലാലേട്ടാ, അപ്പം പിന്നെ അയ്യോ അങ്ങനെ വിടാൻ പറ്റൂല. സാബുമാൻ പറയുന്ന സ്റ്റൈല് ഞാൻ പറഞ്ഞെങ്കിലും കളിയാക്കിയല്ല, അത് കറക്റ്റ് കാര്യമാണ്. സാബുമാൻ പറയുന്നത് വിടാൻ പറ്റില്ല, കാരണം എൻഡുറൻസ് ആണ്, വേണമെങ്കിൽ വിട്ടിട്ട് പോട്ടെ എന്നുള്ള ലെവലില്. വളരെ നല്ല കാര്യം. എന്നിട്ട് അനുമോൾ ഇതിൻ്റെ ഇടയ്ക്ക് കള്ളത്തരം കാണിക്കുന്നുണ്ടോ, കള്ളത്തരമാണോ ബാത്റൂമിൽ പോകാൻ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് വിടുന്നുണ്ട്. അക്ബറും ആര്യനും കൂടി ജയിക്കാനായിട്ട് എന്താ പറയുക അവിടെ കാണിച്ച, അല്ലെങ്കിൽ അക്ബറിന് നമ്മുടെ ക്യാപ്റ്റനായിട്ട് അക്ബറിന് ആര്യൻ ജയിക്കണമായിരുന്നു എന്നുള്ള കാര്യവും, അതുപോലെ തന്നെ ലക്ഷ്മിക്ക് സാബുമാൻ ജയിക്കണമായിരുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും ചോദിക്കുകയാണ്. അപ്പോഴാണ് ഈ പറയുന്ന പോലെ ആദിൽ പറഞ്ഞിട്ട് അവിടെ എല്ലാവരും അനങ്ങുകയും ചെയ്തു, പിടിക്കുകയും ചെയ്തു, തിരികെയും ചെയ്തു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അനുമോൾ പറയുന്നുണ്ട് ക്യാപ്റ്റൻ ആവാനല്ല, നോമിനേഷൻ ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് ആര്യൻ നോക്കിയത്. പിന്നെ അങ്ങനെയല്ലേ, അത് അങ്ങനെയല്ലേ ലാലേട്ടൻ വീണ്ടും വീണ്ടും അനു പറയുമ്പോൾ അങ്ങനെയല്ലേ ഇത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അനുമോൾക്ക് അവിടെ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റിയില്ല, അതുള്ളൊരു കാര്യമാണ്. അനുമോൾ ഉദ്ദേശിച്ച സാധനം ലാലേട്ടന് കൺവേ ആയില്ല. ഇത് നൂറ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഷാനവാസ് വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ലാലേട്ടൻ പറഞ്ഞത് അതങ്ങനെയല്ലേ. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, കൊള്ളാം. കാരണം എൻ്റെ ഈ സംഭവം ഇപ്പം നോമിനേഷൻ ഫ്രീ അവിടെ എല്ലാവർക്കും കിട്ടും, അത് വേറെ കാര്യമാണ്. ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും നോമിനേഷൻ ഫ്രീ കിട്ടും. പക്ഷേ അന്നേരം ആര്യന് ക്യാപ്റ്റൻ ആവുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ വേണ്ടത് എന്തായിരുന്നു? നോമിനേഷൻ ഫ്രീ ആയിരുന്നു. അപ്പം നോമിനേഷൻ ഫ്രീക്ക് വേണ്ടിയിട്ടാണ് ആര്യൻ അതിനകത്ത് നിന്നത്, ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ടല്ല അതിനകത്ത് നിന്നത്. അത് തെറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, അത് ലാലേട്ടൻ ക്ലിയർ ചെയ്യുന്നുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ ഈ സംഭവം അനുമോൾ കൺവേ ചെയ്ത് കൊടുക്കുന്ന സാധനം അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ടിക്ക് ഇടുന്നില്ല. ഈ അസൈൻമെന്റ് എഴുതിക്കൊണ്ട് കീറി കാര്യങ്ങളൊക്കെ കീറുന്നു. അപ്പൊ അനുമോൾ അടുത്ത് പറഞ്ഞു കീറുന്നു, ഇതൊന്നും ശരിയല്ല, അതങ്ങനെയാണ്. ഇത് ക്യാപ്റ്റനും കൂടെ ആവേണ്ട. ഇത് മാത്രമല്ല, പല വീക്കെൻഡ് എടുത്ത് നോക്കുമ്പോൾ ലാലേട്ടൻ തന്നെ തിരിച്ചും മറിച്ചും പലതും പറയുവാണ്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ക്യാപ്റ്റൻ ആവുക എന്നതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് നോമിനേഷൻ ഫ്രീ ആവുക എന്നുള്ളതാണ്
ആരുടെ ലക്ഷ്യമായിട്ടുണ്ടായിരുന്ന പൊതുവെ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഇവൻ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാലും നിങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ക്യാപ്റ്റൻ ആവുക എന്നുള്ളതല്ല, നോമിനേഷൻ ഫ്രീ ആവുക എന്നുള്ളതാണ്. പക്ഷേ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസ് നമുക്ക് കിട്ടും, എല്ലാ വിഷയത്തിലും ഇടപെടാൻ നമുക്ക് പറ്റും. നമ്മളൊരു അടി ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും അടി ഉണ്ടാക്കുന്നവരുടെ ഇടയിൽ ക്യാപ്റ്റന് പോയി ഇടപെട്ടേ പറ്റത്തുള്ളൂ. അതൊരു ഫാക്ടറാണ്. അപ്പോൾ ആര്യനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അല്ല വേണ്ടത്, എനിക്ക് എങ്ങനെയെങ്കിലും നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടണം. അത് ലാലേട്ടനെ വേണമെങ്കിൽ തിരിച്ചു വയ്ക്കുക. അതെന്താ ആര്യ നോമിനേഷൻ അത്രയ്ക്ക് പേടിയാണോ? അതുകൊണ്ടാണോ ഈ പറഞ്ഞ അനുമോൾ പറയുന്ന പോലെ ആണെങ്കിൽ നോമിനേഷൻ ആരുടെ പേടിയുള്ള പോലെ ആണല്ലോ ഇങ്ങനെ ചോദിച്ചതെങ്കിൽ എന്ത് കയ്യടി അന്നേരം കിട്ടിയേനെ. എനിക്ക് എന്തോ ഒരു വിഷമം തോന്നിപ്പോയി മക്കളെ അത് കണ്ടപ്പോൾ. ദെൻ പിന്നീട് ബോൾ പിടിക്കാൻ നിന്ന കാര്യം അത് ചോദിക്കുന്നുണ്ട്. അത് ആര്യൻ പറയുന്നുണ്ട് അനുമോളെ എന്നെ തള്ളിയിട്ടു, തള്ളാൻ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. അനുമോളെ തള്ളുന്നുണ്ട്. ആര്യൻ അങ്ങോട്ട് ഫിസിക്കൽ ടാസ്ക് ആണ്, അതൊന്നും ചോദിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് തള്ളലും പിടിയൊക്കെ നടക്കും. അടുത്ത് ഇവർ ഓരോരുത്തർ ബോൾ റദ്ദാക്കിയ കാര്യം ചോദിക്കുന്നുണ്ട്. അക്ബർ റദ്ദാക്കിയ കാര്യം ചോദിക്കുന്നു. ദെൻ ഷാനവാസ് റദ്ദാക്കിയ കാര്യം ചോദിക്കുന്നു. അതിനകത്ത് അനീഷ് എന്തിനാണ് വന്ന് തലയിട്ടത്? അത് പ്യുവർലി ഷാനവാസിന്റെ ഓപ്ഷനാണ്. അനീഷ് വന്ന് തലയിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് അതിൽ ലാലേട്ടൻ വളരെ വ്യക്തമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അത് ചിന്തിച്ചു കഴിഞ്ഞാലും ഇത് നേരെ വാ നേരെ പോന്ന് പറഞ്ഞ് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് രസമാണ് ഉള്ളത്? അനീഷിനെ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാമായിരുന്നു. എന്ത് ഷാനവാസ് അത് അനീഷ് ചെയ്തത് കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അക്ബറിനെ കുറ്റം പറഞ്ഞില്ല? അക്ബറിനെ അനീഷ് എന്തിനാണ് അതിൽ ഇടപെടാൻ പോയത്? എന്തിനാണ് ഷാനവാസിനോട് പോയിട്ട് അങ്ങനെ പറയാൻ പോയത്? അനീഷിന്റെ സുഹൃത്ത് അങ്ങനെ ചെയ്തപ്പോൾ വിഷമം തോന്നിയോ? എന്തിനാണ് അനീഷേ എന്ന് ചോദിച്ച ലാലേട്ടൻ അക്ബറിന്റെ അടുത്ത്, അക്ബറേ പിന്നില്ലേ മക്കളെ മോനെ പൗഡർ ഒട്ടി തരാമേ പൗഡർ, പിന്നെ എന്താ ഈ ആരൻ്റെ കൂടെ എന്താ വേണ്ട ആര്യ ചെയ്യല്ല ആര്യ എന്ന് പറഞ്ഞത്, എന്താ മക്കളെ എന്താ പൊന്നാര അങ്ങനെ പറഞ്ഞത്? അപ്പം ഞാൻ കൊള്ളാം, രണ്ടിടത്ത് രണ്ട് അഭിപ്രായം ഒരേ ടോപ്പിക്കിന്, സത്യം. ദെൻ പിന്നീട് എന്ത് ചെയ്യുന്നു, നമ്മുടെ അനുമോളുടെ സാരിയെ ചുമന്ന സാരിയെ കൊടുത്തുകൊണ്ട് നടക്കുന്ന കണ്ടല്ലോ, അത് എനിക്ക് ചുമന്ന ബോൾ വീഴുമ്പോൾ പിടിക്കാനായിട്ട് അപ്പോൾ ആരും കാണത്തില്ല. അപ്പം അക്ബർ അതൊന്നും അല്ല ലാലേട്ടാ, സാരി ഊരിപ്പോയെന്ന് പറയാമല്ലോ, സാരി ഊരിയെന്ന് പറയാമല്ലോ, നമ്മൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടമുട്ടൊക്കെ ചെയ്യുമ്പോൾ ആ ലെവലിലാണ് അക്ബർ പറയുന്നത്. സാരി ഊരിയെന്ന് പറയാം. അപ്പം നല്ല മോളാണല്ലോ ഇപ്പോൾ ലാലേട്ടാ. അപ്പം ഞാൻ ആലോചിക്കുന്നു, നല്ല വിവരം, തലയ്ക്ക് നല്ല സംസ്കാരമുണ്ട് പറയാൻ. അനുമോള് ഇത് പ്യുവർലി എനിക്ക് മനസ്സിലായ സാധനം, അക്ബർ ഇങ്ങനെ പറയൂല. പക്ഷെ അക്ബർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നറിയാവോ? അന്ന് അനുമോള് ജാക്കിയുടെ കേസ് പറഞ്ഞത് കൊണ്ടാണ് അക്ബർ എന്ത് ചെയ്ത് തിരിച്ച് ഇത് കറക്റ്റായിട്ട് എറിഞ്ഞു കൊടുത്തത്. പക്ഷെ ഇപ്പം രണ്ടുപേരും ചെയ്ത് ഈക്വലായി. അനുമോൾ അന്ന് കാണിച്ചത് തെറ്റ് തന്നെയാണ്, 100%, 101% തെറ്റ് തന്നെയാണ്. അതേ സാധനമാണ് ഇന്ന് അക്ബറും പറഞ്ഞിരിക്കുന്നത്. സാരി ഊരിപ്പോയെന്ന് പറയാമല്ലോ, സാരി ഊരി എന്ന് പറഞ്ഞ് സാരി ഊരി വലിച്ചെടുക്കുന്നു, സാരി ഊരിയെടുക്കുന്നു, സാരി ഊരുന്നു എന്ന് പറയാമല്ലോ എന്ന് പറയുന്ന വർത്താനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പച്ച മലയാള അർത്ഥത്തിൽ അവിടെ കിടന്ന് ഫിസിക്കൽ അടി കൂടുമ്പോൾ നമ്മൾ ആരെങ്കിലും സാരി വലിച്ചൂരി എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വിഷയം ഉണ്ടാക്കാമല്ലോ, കാർഡ് ഇറക്കാമല്ലോ, വുമൺ കാർഡ് ഇറക്കാമല്ലോ എന്നുള്ള സാധനമാണ്. അതിൽ ലാലേട്ടൻ ചിരിച്ചോണ്ട് എന്നതാണ് എന്നെ അമ്പരപ്പിച്ച മറ്റൊരു കാര്യം. ദെൻ അടുത്ത് പിന്നെ ഈ പറയുന്നത് പോലെ പാവ ടാസ്കിലുണ്ടായ ബസ്സിന്റെ കേസിൽ ലാലേട്ടൻ ചോദിക്കുന്നു. വളരെ വ്യക്തമായിട്ട് അനുമോൾക്ക് അത് താക്കീത് കൊടുക്കുന്നുണ്ട്, വളരെ നല്ല കാര്യം. പക്ഷെ അതിനകത്ത് ആ താക്കീതിൽ സ്ട്രോങ് വരുന്നില്ല. അനുമോൾ നിങ്ങൾ പറഞ്ഞത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്, അത് പറയരുത്, ആ കേസ് അങ്ങനെ നിങ്ങൾ അവിടെ വിഷയം ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ, അൺകംഫർട്ടബിൾ അല്ല എന്ന് പറയായിരുന്നു. നിങ്ങൾ എന്തിനാണ് ആ ബസ്സിലെ കേസൊക്കെ പറയാൻ, അങ്ങനെ ഒരു ആഭാസനെ പോലെ ആക്കേണ്ട ആവശ്യമില്ല എന്നൊന്ന് പറയാൻ. അത് അനുമോൾക്ക് ലാലേട്ടൻ അത്രയും ഒരു ദേഷിച്ചില്ല, അനുമോളടുത്ത് ദേഷ്യപ്പെട്ടില്ല. ആ ഒരു കേസിൽ ദേഷ്യപ്പെടാമായിരുന്നു, അതും ദേഷ്യപ്പെട്ടില്ല. ലക്ഷ്മി ഹൈപ്പറായ കേസ് അത് ഞാൻ കുറച്ചും കൂടി അത് ലക്ഷ്മി ഏട്ടന് ഒന്ന് കൊട്ടുന്നുണ്ട് ലാലേട്ടൻ. ലക്ഷ്മി അത് കണ്ടായിരുന്നോ? ഇല്ലല്ലോ. ലക്ഷ്മി അല്ലെങ്കിൽ കാണാത്ത കാര്യത്തിൽ പറയുന്നവളാണല്ലോ, അല്ല 4 കൊട്ട് കിട്ടുന്നുണ്ട്, നല്ല ലെവലിൽ അത് കൊടുക്കുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടി ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. പിന്നെ അനീഷ് അതിനകത്ത് കടിച്ച കാര്യവും ചോദിക്കുന്നുണ്ട്, അതും നല്ല ലെവലിൽ അനീഷിൻ്റെ അടുത്തും അക്ബറിൻ്റെ അടുത്തും രണ്ടുപേരും, അക്ബർ തലക്കെട്ട് കൊട്ടിയല്ലേ, അത് രണ്ടുപേർക്കും ന്യായമുള്ള ലെവലിലാണ് സംസാരിക്കുന്നത്. ദെൻ അനുവിൻ്റെയും നെവിൻ്റെയും മറ്റേ പാനിൻ്റെ വള്ളി അഴിച്ച കേസ്, ഏത് ബാൻഡ് ഇട്ട് വെച്ചിട്ട് ആ കേസ് സംസാരിക്കുന്നുണ്ട്. അതിനകത്ത് നെവിൻ്റെ ഭാഗത്ത് ആണ് ശരിയെന്നാണ് ലാലേട്ടൻ പറയുന്നത്. ശരി തന്നെയാണ്. അനുമോൾ അവിടെ കിടന്ന് കാണിക്കുന്ന പ്രഹസനങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ലാലേട്ടൻ മറുപടി കൊടുക്കുന്നുണ്ട്, അത് വളരെ നന്നായിരുന്നു. ദെൻ കോടതി ഇതുപോലെ വാദിക്കുന്ന ആളല്ലേ ലക്ഷ്മി, ഒന്ന് നമ്മുടെ അക്ബറിന് വേണ്ടിയിട്ട് വാദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പാപമോഷണത്തിൻ്റെ കേസിൽ അവിടെ ഒരു സംഭവം എന്താണ്, കോടതി നടക്കണം. ശരിക്കും കോടതി നടക്കുമ്പോഴത്തേക്കും നമ്മൾ കോടതിക്കകത്ത് വരുന്ന ആരോപണങ്ങൾ ഈ സാധനമൊക്കെ ആണല്ലോ കോടതി ടാസ്കിൽ നമ്മൾ കാണുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കുകയാണ് ചെയ്തത് നെവിൻ. അത് നിങ്ങൾ വക്കീലാണ് പറയുന്നത്. അവിടെ ഇരുന്ന ഓഡിയൻസ് വരെ ചിരിച്ചുകൊണ്ടിരുന്ന നെവിനെ കണ്ടാണ്.
ലക്ഷ്മി ലക്ഷ്മി അങ്ങനെ പറയരുത്, ഓക്കെ, എങ്ങനെ പറയരുത്, നിങ്ങളാണ് ഇത് അടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനിങ്ങനെ അടിക്കുമ്പോൾ ഇത് നല്ല ചിരിച്ചോണ്ടിരിക്കുക. അവിടെ ആ കേസ് അവിടെ നടക്കും. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ചോദിക്കുന്നത് ചോദ്യങ്ങളായിക്കോട്ടെ, കൊടുക്കുന്ന ഉത്തരങ്ങളായിക്കോട്ടെ എന്നുള്ള ലെവലിൽ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ആ സാധനം കോടതിയിലത്. പിന്നീട് വന്ന ഒരു ടാസ്ക്കാണ് എനിക്ക് ആകെ കൂടി ഇഷ്ടപ്പെട്ടത്. ഒളിപ്പിക്കൽ കാർഡ്, സോപ്പിംഗ് കാർഡ്, ജെൻഡർ കാർഡ്, സേഫ് കാർഡ്, നന്മ കാർഡ്, കോമൺ മാൻ കാർഡ്, ഒറ്റപ്പെടൽ കാർഡ്, ഇതൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് പ്യൂർലി വിസിബിൾ ആണ് അത് ആർക്കൊക്കെ കൊടുക്കാനായിട്ടാണെന്നുള്ള കാര്യം. ഒളിപ്പിക്കൽ കാർഡ് എന്ന് പറയുന്ന സാധനം അവിടെ ആര്യന് കൊടുക്കുന്നുണ്ട്, അനുമോൾക്ക് കൊടുക്കുന്നുണ്ട്, അനീഷാണ് കൊടുക്കുന്നത്. പക്ഷെ ശരിക്കും ഓരോ കാർഡുകൾ ചിലർക്ക് വേണ്ടി അച്ചട്ടായിട്ട് എഴുതി വെച്ച കാർഡുകളുണ്ട്. ഈ ഒളിപ്പിക്കൽ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാഴ്ച മാത്രമുള്ള ഈ 77 ദിവസത്തെ അനാലിസിസ് നടത്തിയിട്ട് അവർ കൊടുക്കണമായിരുന്നു. സോപ്പിംഗ് കാർഡ് ശരിക്കും ആ വീട്ടിൽ സോപ്പ് ചെയ്യുന്നത് നെവിനാണ്. നല്ല രീതിക്ക് പലരെയും അനുമോളായാലും ഫുഡ് ഉണ്ടാക്കാൻ സോപ്പ് ചെയ്യുന്നുണ്ട്. സോപ്പ് ചെയ്യുന്ന ആൾ അവിടെ നെവിനാണ് ശരിക്കും. ജെൻഡർ കാർഡ് ഇറക്കുന്ന ആൾ അനുമോളുണ്ട്, അതില്ലെന്ന് പറയാമില്ല. ജെൻഡർ കാർഡ് അനുമോൾ നല്ല രീതിക്ക് എടുക്കുന്നുണ്ട്. സേഫ് കാർഡ് ഇറക്കുന്നത് വൺ ആൻഡ് ഓൺലി സാബുമാനാണ് സേഫ് കാർഡ്. നന്മ കാർഡ് അനുമോൾ ഇറക്കുന്നുണ്ട്, അനീഷ് ഒടുക്കത്തെ നന്മ ഇറക്കുന്നുണ്ട്. എൻ്റെ ഒപ്പീനിയനാണ്. അവർ പറഞ്ഞ ഒപ്പീനിയൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അടുത്ത് കോമൺ മാൻ കാർഡ്, അതൊക്കെ അനീഷിന് കൊടുത്ത സാധനമാണ്. അതെല്ലാം മനഃപൂർവ്വം അനീഷിന് അത് കൊടുക്കുമെന്ന് അറിയാം. കോമൺ മാൻ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ആരാ ഉള്ളത്? അനീഷിനല്ലോ. അപ്പോൾ അനീഷിന് നെറ്റി തന്നെ വരും. അനീഷിന് വരുന്നു. ഒറ്റപ്പെടൽ കാർഡ് അനീഷിന് തന്നെ വരും. അനുമോൾക്ക് കൊടുത്താലും തെറ്റൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ഇതാണ് അവിടെ നടന്നത്. ദെൻ സുപ്രഭാതത്തിന്റെ കേസിൽ ലാലേട്ടൻ്റെ മുന്നിൽ കിടന്നുകൊണ്ട് അവിടെ കിടന്ന് ആടി കൂടിയിരിക്കുകയാണ് അക്ബറും അനീഷും കൂടി. അത് വന്ന് ലാലേട്ടൻ ചോദിക്കുന്നത്. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ പറഞ്ഞതുപോലെ അനീഷ് പറഞ്ഞ പോലെ 4 ദിവസം 5 ദിവസം കഴിഞ്ഞില്ല. എനിക്കൊന്ന് 2ാമത്തെ ദിവസം എന്താണ് സുപ്രഭാതം ഗുഡ് മോർണിംഗ് പറയാതെ സുപ്രഭാതം പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞ് 2ാമത്തെ ദിവസം. 1ാമത്തെ ദിവസം മോർണിംഗിലെ വിഷയമാണ്. അത് മറ്റേ ടാസ്ക് ലെറ്ററിൻ്റെ ഇതിലാണ് അനീഷ് പ്രശ്നം തുടങ്ങുന്നത്. മറ്റേ മലയാളം വായിക്കാൻ അറിഞ്ഞൂടെ എന്ന് ചോദിച്ചുകൊണ്ട് ആരൻ്റെ അടുത്ത്. 2ാമത്തെ ദിവസമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുപ്രഭാതം ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ബിന്നി ഗുഡ് മോർണിംഗ്, ബിന്നി മാതിരി നൂറയുടെ ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ തിരിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ വിഷയം തുടങ്ങുന്നത് 2ാമത്തെ ദിവസമാണ് എൻ്റെ ഓർമ്മയിൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ അനീഷ് പറയുന്ന 3-4 ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഓർമ്മയില്ലെന്ന് തോന്നുന്നു. അവിടെ അക്ബർ പറഞ്ഞ സാധനത്തിനെ കുറെ കൂടി അക്ബർ പറഞ്ഞിട്ട് ഇല്ല, കുറേ ദിവസം പറഞ്ഞപ്പം അനീഷ് പറഞ്ഞിട്ടുണ്ട് ഇല്ല എനിക്ക് ഓർമ്മയില്ല, 10-75 ദിവസമായാലും എനിക്ക് ഓർമ്മയില്ല ആ കാര്യത്തെ കുറിച്ചിട്ടെന്ന്. എനിക്ക് പ്യൂർലി ഭയങ്കര ഇന്നത്തെ വീക്കെൻഡ് ഇഷ്ടപ്പെട്ടു. പക്ഷെ നിലപാടുകൾ എനിക്ക് അങ്ങോട്ട് ഓക്കെ ആയില്ല. എനിക്ക് ഒട്ടുമേ ഓക്കെ ആയില്ല മക്കളെ. നമുക്ക് നോക്കാം എന്താണെന്നുള്ള കാര്യം, നാളെ കണ്ടറിയാം എന്താണെന്നുള്ളത്. കണ്ടു തന്നെ അറിയാം. എവിക്ഷൻ ഉണ്ട്, നമുക്ക് കണ്ടു തന്നെ അറിയാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.